ഞങ്ങളുടെ മാധ്യമപ്രവർത്തക ശ്രീമതി സുലേഖ ശശികുമാർ കൂടി ചേരുകയാണ്. സുലേഖ, എന്തായിരുന്നു ഇന്ന് സംഭവിച്ചത്? BJP അധ്യക്ഷനോട് ചോദ്യങ്ങൾ എന്തൊക്കെയായിരുന്നു സുലേഖ ചോദിച്ചത് കൈരളി ന്യൂസിൻ്റെ പ്രതിനിധിയായി? അത് നമുക്ക് ഇത്തരത്തിൽ BJP ഓഫീസിൽ നിന്ന് തന്നെ ഇത്തരത്തിൽ മാധ്യമങ്ങളെ കാണുന്നുണ്ട്, സംസ്ഥാന അധ്യക്ഷൻ മാധ്യമങ്ങളെ കാണുന്നുണ്ട് എന്നുള്ള അറിയിപ്പിനെ തുടർന്നാണ് നമ്മൾ വർക്കല ശിവഗിരിയിലേക്ക് എത്തുന്നത്. ഈ വർക്കല ശിവഗിരിയിൽ ഒരു പരിപാടിയിൽ പങ്കെടുക്കുന്നതിനിടയിലാണ് ഇത്തരത്തിൽ മാധ്യമങ്ങളെ കാണുന്നുണ്ട് എന്നുള്ള വിവരം നമുക്ക് ലഭിക്കുന്നത്. അതനുസരിച്ചിട്ടാണ് കൈരളി അടക്കമുള്ള മാധ്യമങ്ങൾ ഇത്തരത്തിൽ ഈ ബൈറ്റ് എടുക്കാൻ വേണ്ടി, ഈ പ്രതികരണം എടുക്കുവാൻ വേണ്ടി എത്തുന്നതും ചോദ്യങ്ങൾ ചോദിക്കുന്നതും. ഇത്തരത്തിൽ നമ്മൾ ഈ ചോദ്യം ചോദിച്ചത് ഇത്തരത്തിൽ തിരുമല അനിൽ എന്ന് പറയുന്ന BJP കൗൺസിലറുടെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ടുള്ള കാര്യത്തിലാണ്. ആ കാര്യത്തിൽ നമ്മൾ ചോദ്യങ്ങൾ ചോദിക്കുന്ന ഘട്ടത്തിൽ തന്നെ, ആദ്യത്തെ ചോദ്യത്തിൽ തന്നെ രാജീവ് ചന്ദ്രശേഖർ, BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ പ്രകോപിതനായി എന്നുള്ള കാര്യം തന്നെയാണ് പറയേണ്ടുന്നത്. ഈ ചോദ്യം ഇത്തരത്തിൽ BJP കൗൺസിലറുടെ ആത്മഹത്യ എന്നുള്ളൊരു വാക്കുകൾ കേട്ടപ്പോൾ തന്നെ ഇത്തരത്തിൽ രാജീവ് ചന്ദ്രശേഖർ പ്രകോപിതനാകുന്ന സാഹചര്യം, ക്ഷുഭിതനാകുന്ന സാഹചര്യമാണ് അവിടെ ഉണ്ടായത് എന്നുള്ളത് തന്നെയാണ്. ഇത്തരത്തിൽ നമ്മൾ ഈ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും തരത്തിൽ നിങ്ങൾ നേരത്തെ സംസാരിച്ചിരുന്നോ എന്നുള്ളൊരു കാര്യം ചോദിക്കുന്നു. ഫേസ്ബുക്ക് പോസ്റ്റിൽ കഴിഞ്ഞ ദിവസത്തെ അനുശോചനം രേഖപ്പെടുത്തിയിട്ടുള്ള രാജീവ് ചന്ദ്രശേഖറിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ ഇത്തരത്തിൽ 2 ദിവസം മുൻപ് കണ്ടിരുന്നെന്നും സംസാരിച്ചിരുന്നെന്നും പറയുന്നുണ്ട്. അത് ചൂണ്ടിക്കാട്ടിയാണ് നമ്മൾ ഇത്തരത്തിൽ രാജീവ് ചന്ദ്രശേഖറിനോട് ചോദ്യങ്ങൾ ചോദിച്ചത്. ആ ഘട്ടത്തിലാണ് ഇത്തരത്തിൽ രാജീവ് ചന്ദ്രശേഖർ വളരെ മോശമായി അധിക്ഷേപിച്ചുകൊണ്ട് നീ എന്ന അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഇത്തരത്തിൽ ചോദ്യങ്ങൾ ചോദിക്കേണ്ട, സംസാരിക്കേണ്ട, മറുപടി ഉണ്ടാകില്ല എന്നുള്ളൊരു കാര്യമാണ് രാജീവ് ചന്ദ്രശേഖർ ഇതിന് ചോദ്യത്തിന് മറുപടിയായി പറഞ്ഞത്. അത്തരത്തിൽ അധിക്ഷേപ പരാമർശം തന്നെയാണ് രാജീവ് ചന്ദ്രശേഖറിന്റെ ഭാഗത്ത് നിന്നുണ്ടായത് എന്നുള്ളത് തന്നെയാണ്. ഇത്തരത്തിൽ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഈ കൗൺസിലറുടെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട വലിയ രീതിയിൽ ആരോപണങ്ങൾ ഉയരുന്നുണ്ട്. ആ ആരോപണങ്ങൾ അത് വസ്തുതയുള്ളതാണോ എന്നുള്ള കാര്യമാണ് നമ്മൾ ചോദിക്കാൻ ശ്രമിച്ചത്. പക്ഷേ ആ ചോദ്യങ്ങളോടൊക്കെ തന്നെയും വലിയ രീതിയിൽ ക്ഷുഭിതനായിക്കൊണ്ട്, വലിയ രീതിയിൽ ഇത്തരത്തിൽ അധിക്ഷേപിച്ചുകൊണ്ട് മാധ്യമപ്രവർത്തകരെ കൂടിക്കാഴ്ചയെ സംബന്ധിച്ചുള്ള ഫേസ്ബുക്ക് പോസ്റ്റ് രാജീവ് ചന്ദ്രശേഖർ തന്നെയാണ് ഇട്ടത്. അതേ സംബന്ധിച്ചാണ് ചോദിച്ചത്. ഈ സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, കാരണം ഈ മരിച്ച അനിൽ നേതാക്കന്മാരോടെല്ലാം പോയി മുട്ടുകയുണ്ടായി. BJP നേതാക്കളാണ് ഇത് വാങ്ങിയത്, അപ്പോൾ ആ പണമെല്ലാം തിരിച്ചു വേണം, അല്ലെങ്കിൽ തൻ്റെ ജീവൻ അപകടത്തിലാകും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സ്വാഭാവികമായും അദ്ദേഹത്തോട് അടുത്ത വൃത്തങ്ങൾ സൂചിപ്പിക്കുന്ന പോലെ എല്ലാ BJP നേതാക്കന്മാരെയും കണ്ടു. ആ രീതിയിലുള്ള ഒരു കൂടിക്കാഴ്ചയാണോ രാജീവ് ചന്ദ്രശേഖറുമായി നടത്തിയത് എന്നല്ലേ സുലേഖ ചോദിച്ചത്? തീർച്ചയായും അജിംഷാദ്, അത് തന്നെയാണ്. BJPയുടെ തിരുവനന്തപുരം ജില്ലാ സിറ്റി ജനറൽ സെക്രട്ടറിയാണ് തിരുമല അനിൽ എന്ന് പറയുന്ന BJPയുടെ കൗൺസിലർ. അത്തരത്തിൽ എന്തുകൊണ്ടും ആദ്യവും അവസാനവുമായി ഈ തിരുമല അനിൽ ബന്ധപ്പെടുന്നത്, അല്ലെങ്കിൽ മുട്ടാനുള്ള അവസാന വാതിൽ എന്ന തരത്തിൽ അത് സമീപിക്കുന്നത് പാർട്ടിയെ തന്നെയാണ്. താൻ അത്രത്തോളം വർഷങ്ങളായി വിശ്വസിക്കുന്ന, വർഷങ്ങളായി പ്രവർത്തിക്കുന്ന പാർട്ടിയെയാണ് തിരുമല അനിൽ സമീപിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. പക്ഷേ അതിൽ എന്താണ് സംസാരിച്ചത് എന്നുള്ള ചോദ്യത്തിനാണ് ഇത്തരത്തിൽ ഏത് മാധ്യമമാണ്, കൈരളിയാണെങ്കിൽ മറുപടിയില്ല എന്നുള്ള തരത്തിലൊക്കെ തന്നെയും അത്തരത്തിലുള്ള ഒരു പെരുമാറ്റം ഇത്തരത്തിൽ രാജീവ് ചന്ദ്രശേഖറിന്റെ ഭാഗത്ത് നിന്നുണ്ടായത് എന്നുള്ളത് തന്നെയാണ്. അത്തരത്തിൽ വളരെ മോശമായി മാധ്യമപ്രവർത്തകരെ ഒന്നാകെ വളരെ മോശമായി അധിക്ഷേപിക്കുന്ന ഒരു സ്ഥിതിയാണ്, അത്തരത്തിലുള്ളൊരു സാഹചര്യമാണ് രാജീവ് ചന്ദ്രശേഖറിന്റെ ഭാഗത്ത് നിന്ന് ഇന്ന് ഉണ്ടായിരുന്നത് എന്നുള്ളത് തന്നെയാണ്. നമ്മളടക്കമുള്ള മാധ്യമപ്രവർത്തകർ, വനിതാ മാധ്യമപ്രവർത്തകർ ആ സ്ഥലത്തുണ്ടായിരുന്നു. ഇത്തരത്തിൽ വിരൽ ചൂണ്ടിക്കൊണ്ട് നീ എന്ന അഭിസംബോധന ചെയ്തുകൊണ്ട് അധിക്ഷേപിച്ചുകൊണ്ടാണ് രാജീവ് ചന്ദ്രശേഖർ ഇന്ന് മാധ്യമങ്ങൾക്ക് മറുപടി നൽകിയത്. ഈ മറുപടി നൽകി തിരിച്ചിറങ്ങി ഇത്തരത്തിൽ നമ്മളുടെ ചോദ്യങ്ങളിൽ ക്ഷുഭിതനായ രാജീവ് ചന്ദ്രശേഖർ മറുപടി മുഴുവിപ്പിക്കാതെ ഇത്തരത്തിൽ ഇറങ്ങിപ്പോകുന്ന ഒരു സാഹചര്യം. ആ ഇറങ്ങിപ്പോകുന്ന സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ ഭീഷണിപ്പെടുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായത്. കാണിച്ചു തരാം എന്നുള്ള ഒരു വാക്കുപയോഗിച്ച് ഇത്തരത്തിൽ ഭീഷണിപ്പെടുന്ന ഒരു സാഹചര്യമാണ് ഇന്ന് BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ, മുൻ കേന്ദ്രമന്ത്രി കൂടിയായ രാജീവ് ചന്ദ്രശേഖറിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായത്. ജിംഷാദ്, തീർച്ചയായും